ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ധാരാളം പേര് യൂട്യൂബിൽ ഫാമിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫാമിലി വ്ളോഗ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പ്രവീണും പ്രണവും, അതായത് പ്രവീണും കൊച്ചും, അങ്ങനെയാ പറയുന്നത്. അങ്ങനെ ഒരു യൂട്യൂബ് ചാനലായിരുന്നു. അപ്പം ഭാര്യയും ഭർത്താവും ഭർത്താവിന്റെ അനിയനും അവരുടെ മാതാപിതാക്കളും ഒക്കെ ചേർന്ന് ഇവർ ഒത്തിരി വീഡിയോസും റീൽസും ഒക്കെ ഇടുമായിരുന്നു. അപ്പം ഞാൻ ഇത് നേരത്തെ അധികം കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചൊക്കെ നോക്കുന്നത്. അപ്പം അവർ ഭയങ്കര ഹാപ്പി ഫാമിലി ആയിട്ടാണ് ഇങ്ങനെ വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കുമ്പോൾ. പക്ഷേ അവർ അവർക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചൊരു യൂട്യൂബ് ചാനലായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വാർത്ത കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിന് പുറകെ അവരുടെ ചേട്ടൻ, രണ്ടാമക്കൾ അവിടെയുള്ള ചേട്ടനും അനിയനും, ചേട്ടൻ വിവാഹം കഴിച്ചു. അപ്പം എന്നിട്ട് അവർ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചേട്ടനും അനിയനും, അനിയന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു. ഇന്നിപ്പോ ചേട്ടന്റെ കുറച്ച് ഭാഗങ്ങൾ, പുള്ളിക്കാരൻ എടുത്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു. അപ്പൊ നമുക്ക് അനിയന് ഇങ്ങനെ ഭയങ്കര കരഞ്ഞ് ഇതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അനിയനോടും ഒക്കെ സഹതാപം തോന്നും. അമ്മയും അപ്പനും അനിയനും കൂടെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ചേട്ടനും ഭാര്യയും കൂടെ ഇട്ടേക്കുന്ന വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായി, ഈ പ്രവീണാണ് മൂത്ത്. പ്രവീണിന്റെ ഭാര്യ ശരിക്കും പിന്നെ പൂർണ്ണ ഗർഭിണിയാണ്. അപ്പൊ ആ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ, ഭർത്താവ് ഭാര്യയുടെ ഒപ്പം തന്നെ നിന്ന്, ചേട്ടനും അനിയനും തമ്മിൽ ഉള്ള ഒരു ഇഷ്യൂ ആണ്. എന്തോ സ്വത്തിന്റെ പണത്തിന്റെ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണെന്ന് തോന്നുന്നു, യൂട്യൂബ് ചാനലിന്റെ ഒക്കെ ആയിട്ട്. എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല, അതതിനിങ്ങനെ വിശദമായിട്ട് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ ഇനി പുറത്തു വരുമായിരിക്കണം. അപ്പൊ എന്തായാലും പിന്നെ ഈ ചേട്ടന്റെ കൈയുടെ ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഒരു ചതഞ്ഞ് കിടക്കുന്ന പോലെ ഒരു പാട് നമുക്ക് തോന്നുന്നത്. അത് അവർ ഉപദ്രവിച്ചതാണ്. അത് അനിയൻ ഉപദ്രവിച്ചാന്നാ പറയുന്നത്. അതുപോലെ തന്നെ ആ ഭാര്യയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പുള്ളിക്കാരി അനുഭവിച്ച കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരിയെ ദേഹോപദ്രം, അതായത് പൂർണ്ണ ഗർഭിണിയ ഒരു സ്ത്രീയാണ്. അവരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല അല്ലേ. ഒരു പൂർണ്ണ ഗർഭിണിയാണ്. അവരുടെ വയറിന് വരെ ചവിട്ടി എന്നുള്ളതാണ് അവർ ഇപ്പം നമുക്ക് വീഡിയോയിൽ നിന്ന് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കെട്ടിയിട്ടത് ഇത് നീയും കൂടി ഒന്ന് താമസിക്കാനല്ലേ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എനിക്ക് ഇവിടെ ഇറങ്ങിപ്പോയിട്ട് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾ കേൾക്കുക. എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിപ്പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ വീഡിയോയ്ക്കകത്ത് അവര് ഇങ്ങനെ ഇവരുടെ അപ്പന് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇത് എന്റെ വീടാണ്, ഞാൻ ഉണ്ടാക്കിയ വീടാണ്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ. എന്നിട്ട് ആ പെണ്ണിനോട് പറയുന്നതെന്ന് തോന്നുന്നു, നീ ഇവിടെ കുത്തിയത് മുതലാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളത്. ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി വന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തിന് മുഴുവൻ കാരണം ആ പെണ്ണാണെന്നുള്ള അത് നമ്മുടെ നാട്ടിലെ പൊതുവേ ഉള്ള ഒരു രീതിയാണ് കേട്ടോ. ഇവിടെ പിന്നെ ആ പെണ്ണിന്റെ കൂട്ടത്തിൽ അതിന്റെ ഭർത്താവ് സപ്പോർട്ടിനുണ്ടായിരുന്നു. ചില വീടുകളിലൊക്കെ ഭർത്താവും, ഒത്തിരി വീടുകളിൽ, ചില വീടുകളിൽ നിന്നല്ല ഒത്തിരി വീടുകളിൽ ഭർത്താവ് പോലും ഭാര്യയ്ക്ക് സപ്പോർട്ട് കാണത്തില്ല അല്ലേ. ഇവിടെ പിന്നെ ആ പെണ്ണിന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി, ഭർത്താവ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഭർത്താവ് എന്തെങ്കിലും ഭാര്യയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ഞാൻ പെങ്കോന്തനാന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മകനെ പ്രവീണിനെ അവരവഹേളിച്ച് സംസാരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ പെണ്ണാണേലും ആ പെൺകുട്ടിയാണേലും ഒത്തിരി ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താ, അവരുടെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നാലും നമുക്കൊന്നും അറിയത്തില്ല. എങ്കിലും ഇങ്ങനെ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുക എന്നുള്ളതും, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയാണ്, അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഭർതൃഗൃഹത്തിൽ ഉണ്ടാകുന്ന ഒരു പീഡനമാണ്. മിക്കവാറും അവർ കേസും കൊടുത്ത് ഇത് മുന്നോട്ട് പോകുമായിരിക്കും. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ, അതുമല്ല ഇപ്പം ബാക്കിയുള്ളവരെല്ലാം അവർക്കെല്ലാം അത് അവരുടെ അപ്പനാണ്, അമ്മയാണ്, അതിന്റെ ഭർത്താവിനാണെങ്കിലും അപ്പനാണ്, അമ്മയാണ്, ചേട്ടനാണ്, എല്ലാവരും
അവിടെ ഉള്ള ആൾക്കാരാണ്. ഈ പെൺകുട്ടി അവിടെ വന്നു കയറിയ പെൺകുട്ടിയല്ലേ, അതിനോട് ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ പെരുമാറുന്ന എത്രയോ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയും, ഇത് കേൾക്കാൻ വേണ്ടി പറയും, സങ്കടമുള്ളതുകൊണ്ട് പറയാം. 2 മക്കളെ ഒരേ രീതി സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയും വിഷമമെന്ന് പറയുന്നത് ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. വീഡിയോ എടുത്തു, പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ അതിലേ കൂടെ പോയി ഏട്ടം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് 2 എണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഏട്ടോട്ട് മുറിവ് എത്ര ചീത്ത വിളിച്ചത്. അവരോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് നിരന്തരം ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അനിയന്റെ ഒരു വീഡിയോ അതിനകത്ത് അമ്മയൊക്കെ പറയുന്നുണ്ടോ, ഇത് അവരുടെ വീടാണ്, അവരിവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനാണ്, അവരുടെ അഡ്രസ്സ് ഇല്ലെന്നാക്കിയെന്ന് അവർ പറഞ്ഞു. അവന്റെ നാണം കെടുത്തി അങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര വിഷമമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടുമ്പോൾ നമ്മളോർത്ത് ഇത് ശരിയായിരിക്കും. അപ്പൊ നമുക്ക് അവരോടൊരു സഹതാപമൊക്കെ തോന്നി. എന്നിട്ട് ഇത് അവരുടെ വീടല്ലേ, അവർക്ക് വേറെ അഡ്രസ്സ് ഏതോ, അവരുടെ അഡ്രസ്സ് ഇത് തന്നെയാ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ ഇവരുടെ 2 പേരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കൂടുതലും ഈ ചേട്ടന്റെ ഭാഗത്ത് ന്യായം ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതായത് ഈ ചേട്ടൻ പറയുന്നത് 2 മക്കളുണ്ടെങ്കിൽ 2 പേരെയും പേരൻസ് ഒരുപോലെ സ്നേഹിക്കണം. അതായത് ഒരു വേർതിരിവ് പോലെ ആ ചേട്ടന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാട്ടില് ഉള്ള ഒരു ഇതാണ്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും പേരൻസിന്റെ കൂടെ തന്നെ മക്കളും മരുമക്കളും ഒക്കെ കൂടെ ഇപ്പോഴും അങ്ങനെ താമസിക്കുന്നവരുണ്ട്. പക്ഷെ അത് ശരിക്കും അതിനൊരു മാറ്റം വരണം അല്ലെ. ഒരുമിച്ച് താമസിക്കുമ്പോഴെങ്ങനെയായാലും പ്രശ്നങ്ങൾ വരും. അപ്പം വിവാഹം കഴിക്കുന്നതോടുകൂടി പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. വിവാഹം കഴിക്കുന്നതിന് മുന്നേ അവർ വേറെ പോകും. ഈ ആമ്പിള്ളേരും പെൺപിള്ളേരും ഒക്കെ അവര് സ്വന്തമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നിലയിലേക്ക് പോകും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ താമസിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അല്ലെ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആ മക്കള് വിവാഹം കഴിക്കാവുള്ളൂ. അവർക്ക് വേറെ പോയി താമസിക്കാം. ഇപ്പൊ ഭാര്യ വന്നു കഴിയുമ്പം ആ വീട്ടിലുള്ള എല്ലാവരുടെയും പരിചരണവും ചെയ്ത് അവരുടെ കുത്തുവാക്കം കേട്ട് ഇപ്പം പിന്നെ വന്നു കയറിയ പെണ്ണ് എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീട്ടുകാര് ഈ പെണ്ണിന് ഇപ്പം വേറെ നിവൃത്തിയൊന്നുമില്ല. വന്നു കയറിയ പെണ്ണിന് ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള പരിഹാസവും വർത്താനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നുണ്ട്. ഇത് അവരൊക്കെ നോക്കുമ്പോൾ അത് വെറും നിസ്സാരമാണ്. പക്ഷെ ആ പെണ്ണ് ഒറ്റയ്ക്ക് നിന്ന് ഇത് നേരിടുമ്പോൾ അവർക്ക് അതൊരു ഭയങ്കരമായ മാനസിക പീഡനമായിട്ട് തോന്നുന്നു. അപ്പൊ അവര് പ്രതികരിച്ചു പോയി അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാനസിക രോഗമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വരണം. അവര് ശരിക്കും വിവാഹം കഴിക്കുന്ന ആൺകുട്ടികൾ അവര് സ്വന്തമായിട്ട് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നാളൊക്കെ വീട്ടിൽ നിന്നാൽ പോലെ പുതുമ മാറുന്നതിന് മുന്നേ വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയും, ഇത് കേൾക്കാൻ വേണ്ടി പറയും, സങ്കടമുള്ളതുകൊണ്ട് പറയാം. 2 മക്കളെ ഒരേ രീതി സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയും വിഷമമെന്ന് പറയുന്നത് ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. അപ്പൊ അതിലെ കുറച്ച് വീഡിയോ ക്ലിപ്സുകളൊക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതൊന്നും ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം നമുക്കറിയത്തില്ല. അവര് ചിലപ്പോൾ ഒത്തുപോകാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അവര് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും, പ്രശ്നം ഉണ്ടാകും, പരിഹരിക്കപ്പെടുന്നതും ഒക്കെ സാധാരണമാണല്ലോ. എന്നാൽ ആ സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചത് അത് വളരെ കഷ്ടമായി പോയി, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ. അപ്പൊ അതിനുള്ള ഒരു അതിനെതിരായിട്ടുള്ളൊരു നടപടികളൊക്കെ വരേണ്ടതാണ്. ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.